നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് സ്റ്റാക്ക് ഓർഗനൈസേഷൻ ആണ്. എങ്ങനെയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്ത് ഒരു സ്റ്റാക്ക് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നത്, അതുപോലെ എങ്ങനെയാണ് രജിസ്റ്റേഴ്സ് ഇത്തരം സ്റ്റാക്കായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ CPU ഓഫ് മോസ്റ്റ് കമ്പ്യൂട്ടർ ഈസ് എ സ്റ്റാക്ക് ഓർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിസ്റ്റ്. നമ്മൾ മുന്നേ ഡാറ്റ സ്ട്രക്ചേഴ്സിനൊക്കെ അകത്ത് പഠിച്ചൊരു കൺസെപ്റ്റാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് ആണ്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് അതിൻ്റെ പ്രത്യേകത. ലാസ്റ്റ് ആരാണോ അതിനകത്ത് ഇൻസേർട്ടഡ് ആയത് അയാൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ പറ്റും. The stack is a storage device that stores information in such a manner that the item stored in last in the first item retriever. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ലാസ്റ്റ് ആരെയാണോ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്തത് അയാളെ ഫസ്റ്റ് റിട്രീവ് ചെയ്യാൻ പറ്റും. ദ ഓപ്പറേഷൻ ഓഫ് എ സ്റ്റാക്ക് ക്യാൻ ബി കമ്പയർഡ് ടു സ്റ്റാക്ക് ഓഫ് ട്രൈസ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റാക്ക് ഓഫ് ട്രൈസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ദ ലാസ്റ്റ് ട്രൈ പ്ലേസ്ഡ് ഇൻ ദ ടോപ്പ് സ്റ്റാക്ക് ഈസ് ഫസ്റ്റ് ടു ടേക്കൺ ഓഫ്. ലാസ്റ്റ് ആരെയാണോ നമ്മൾ അതിനകത്ത് കീപ്പ് ചെയ്തത് അയാളെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാം. The stack in digital computers is essentially a memory unit with an address register that can count only. നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്റ്റാക്കിനെ നമ്മളൊരു മെമ്മറി യൂണിറ്റ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ അഡ്രസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അത് വെച്ച് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡാറ്റനെയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഫ്റ്റർ ദ ഇനീഷ്യൽ വാല്യൂസ് ലോഡ് ചെയ്ത് ഒരു ഇനീഷ്യൽ വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. The register that hold the address for the stack is called stack pointer. So നമ്മളിവിടെ ഈ സ്റ്റാക്കിൽ കൊണ്ടുവരുന്ന ഡാറ്റക്കൊക്കെ കൊടുക്കുന്ന അഡ്രസ്സിനെ നമ്മൾ എന്ത് പറയും, സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ഓൾവേസ് പോയിന്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ടോപ്പിലായിരിക്കും എപ്പോഴും സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം ഒരു വൺ വേ ആണ് നമ്മൾ ഈ സ്റ്റാക്കിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് പോയിൻ്ററിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ സ്റ്റാക്ക് പോയിൻ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. Contrary to a stack of trays, where the tray itself may be taken out or inserted, the physical registers of a stack are always available for reading or writing. നമ്മൾ ട്രേസിൻ്റെ കേസിൽ പറയുമ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ രജിസ്റ്റേഴ്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡിങ്ങും റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം റീഡിംഗ് ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ നമ്മുടെ ആ സിസ്റ്റത്തിനകത്ത് ആ ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യല്ല ഇവിടെ ചെയ്യുന്നത്. പകരം നമ്മൾ മെമ്മറി ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്താണ്, റീഡിങ്ങും റൈറ്റിംഗും ആണ്. സോ അതാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിലീറ്റിന് പകരം റീഡിങ്ങും ഇൻസേർട്ടിന് പകരം എന്താണ്, റൈറ്റിങ്ങും ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് അത്, റീഡിങ്ങും റൈറ്റിങ്ങും. The two operations of a stack are insertion and deletion items. നമ്മൾ മെയിനായിട്ട് സ്റ്റാക്കിനകത്ത് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് എന്താണ്, ഒന്ന് ഇൻസേർഷനും പിന്നെ ഡിലീഷനാണ്. ഇൻസേർഷൻ ചെയ്യുന്നതിന് നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയും, പിന്നെ ഡിലീഷൻ ചെയ്യുന്നതിന് നമ്മൾ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയും. However, nothing is pushed or popped in a computer stack. These operations are simulated by incrementing or decrementing stack pointer register. ഇവിടെ നമ്മൾ പുഷ് ചെയ്യും പോപ്പ് ചെയ്യുന്നില്ല ചെയ്യുന്നത്, പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യും ഡിക്രിമെൻറ്റ് ചെയ്യും ചെയ്യാണ്. നമ്മുടെ സ്റ്റാക്ക് പോയിൻ്ററിനെ ഡിക്രിമെൻറ്റ് ചെയ്യും ഇൻക്രിമെൻറ്റ് ചെയ്യും, അതിനനുസരിച്ച് റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രജിസ്റ്റർ സ്റ്റാക്കിനെ കുറിച്ചാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. രജിസ്റ്റർ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെ നമ്മളൊരു എന്താ പറയുക സ്റ്റാക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എ സ്റ്റാക്ക് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ പോർഷൻ ഓഫ് ലാർജ് മെമ്മറി ഓർ ഇറ്റ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ആസ് എ കളക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മെമ്മറി വേർഡ്സ് ഓർ രജിസ്റ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ സ്റ്റാക്കായിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് മെമ്മറി വേർഡ്സിനെ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിനെ നമ്മൾ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫിഗർ ഉണ്ട് കേട്ടോ, 64 വേർഡ് രജിസ്റ്റർ സ്റ്റാക്കിൻ്റെ ഒരു ഫിഗർ നമുക്കിവിടെ പറയാനുണ്ട്, നിങ്ങൾക്ക് കാണാം. The stack pointer register SP contain binary number whose value is equal to the address of the word that currently top of the stack. ആ സ്റ്റാക്കിനകത്ത് ആരാണോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വേർഡ് അതിൻ്റെ അഡ്രസ്സായിരിക്കും നമ്മളുടെ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ABC നമ്മുടെ ഫിഗർ കാണാൻ എയും ബിയും സി ഉണ്ടെങ്കിൽ സീൻ്റെ അഡ്രസ്സ് എന്താ 3. അപ്പോൾ 3 ആണ് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ വാല്യൂ. To remove the top item, the stack is popped by reading the memory word. നമ്മൾ അതിന് പോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനകത്ത് നിന്ന് ആ മെമ്മറി വേർഡിനെ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ റീഡ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. കാരണം രജിസ്റ്റേഴ്സിൻ്റെ കേസിൽ ഡിലീഷൻ എന്നൊരു ഓപ്ഷനൊന്നുമില്ല, അവർ റീഡിങ്ങും റൈറ്റിങ്ങുമാണ് മെമ്മറിയിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, റീഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ അഡ്രസ്സ് എന്താ അതിനകത്ത് ഹോൾഡ് ചെയ്യുക, 2 ആയിരിക്കും. അങ്ങനെയാണ് അതിനകത്ത് വരിക. To insert a new item, the stack is pushed by incrementing SP and writing word to next higher location in the stack. നമ്മൾ നെക്സ്റ്റ് ടൈമിൽ റൈറ്റ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും മെമ്മറിൻ്റെ കേസ് വരുമ്പോൾ റൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, SP ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും വീണ്ടും. അപ്പോൾ 2 എന്നുള്ള പിന്നെ എന്താവും 3 ആയി മാറും.
In a 64 word stack, the stack pointer contains 6 bits because 2 raised to 6 is 64. നമ്മുടെ 64 വേർഡ് സ്റ്റാക്കിനകത്ത് സ്റ്റാക്ക് പോയിന്ററിനകത്ത് കണ്ടെയ്ൻ ചെയ്യുക 6 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ 6 ബിറ്റ്സ് വരെ മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. കാരണം 2 raised to 6 ഈക്വൽ ടു 64 എന്നുള്ള ഒരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റാക്ക് പോയിൻ്റർ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാക്കിനകത്ത് 63 വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 0, 1, 2, 3 മുതൽ 63 വരെ കണ്ടോ. 0, 1, 2, 3, 4 മുതൽ 63 വരെ പോസിബിൾ ആവുള്ളൂ. 64 വേർഡ് സ്റ്റാക്ക് ആണെങ്കിൽ പോലും ഇതിനകത്ത് 63 വരെ പോസിബിൾ ആവുള്ളൂ. കാരണം എന്താ നമ്മളിവിടെ പറയുന്നുണ്ട്, അതായത് 63 എന്ന് പറഞ്ഞാൽ 6 ones ആണ് കണ്ടോ. 1, 1, 1, 1, 1, 1. അപ്പം നമ്മൾ അതിലേക്ക് +1 ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 1, 0, 0, 0, 0, 0, 0 വരെയാണ് വരിക. അപ്പോൾ അതായത് 7 ബിറ്റ് വരും. ഒരിക്കലും ഇതിന് 7 ബിറ്റ് പോസിബിൾ അല്ല. നമ്മൾ പറഞ്ഞു 6 ബിറ്റേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഈ 1 കളയും, ബാക്കി 0s മാത്രമേ വരുള്ളൂ. അതായത് നമ്മൾ വീണ്ടും തിരിച്ച് സ്റ്റാക്കിൻ്റെ താഴേക്ക് വരും. അവിടെ 0 കണ്ടോ, ആ 0യിലേക്ക് വരും. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ 0, 0 ഡിക്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക, 6 ones ആണ് കിട്ടുക. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ബൈനറി കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 0, 0നെ ഡിക്രിമെൻറ്റ് ചെയ്താൽ 63 ആണ് കിട്ടുക. 63 + 1 ചെയ്ത് കഴിഞ്ഞാൽ 0, 0, 0, 0 കിട്ടുക. ഇത് കിട്ടാൻ കാരണം ഞാൻ പറഞ്ഞു 6 ബിറ്റേ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. The 1 bit register fully set to 1 when the stack is full. പിന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒറ്റ വേ എന്ന് പറഞ്ഞാൽ, അതായത് ഫുൾ ആയാലും 0 ആയിരിക്കും, 0 ആയാലും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ അവിടെ വേറെ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. ഒന്ന് ഫുള്ള് ആണ് ഒരു രജിസ്റ്റർ, അതൊരു 1 bit രജിസ്റ്റർ ആണ്. അപ്പോൾ സ്റ്റാക്ക് ഫുള്ളാകുമ്പോൾ ഈ ഫുള്ള് 1 ആവും. സ്റ്റാക്ക് 0 ആകുമ്പോൾ empty പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ടായിരിക്കും, അത് 1 ആവും. അങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മൾ എപ്പോഴാണോ അതിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നത് അപ്പോഴാണല്ലോ മെമ്മറി ഫുള്ളാവുക. അപ്പോൾ ആ ടൈമിലായിരിക്കും ഫുൾ ഓപ്ഷൻ വരിക. പിന്നെ എപ്പോഴാണ് നമ്മൾ അതിനകത്ത് നിന്ന് റീഡ് ചെയ്യുക, അതായത് ഡിലീറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ടാണല്ലോ empty ആവുക. അങ്ങനെയാണ് നമ്മൾ empty ആണോ ഫുൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇനീഷ്യലി SP ഈസ് ക്ലിയർ ടു 0. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, SP 0 ആക്കി സെറ്റ് ചെയ്യും, empty 1 ആക്കിയിട്ടും സെറ്റ് ചെയ്യും, ഫുള്ള് 0 ആക്കിയിട്ടും സെറ്റ് ചെയ്യും. അപ്പോൾ empty ആണ് ആദ്യം 1 ആവുക. കാരണം എന്താണ്, നമ്മളിത് empty ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം സ്റ്റാക്ക് തുടങ്ങുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനേക്ക് ഇനി ഡാറ്റ കൊടുക്കണം. അപ്പോൾ 0 സ്റ്റാക്കിലേക്ക് നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോൾ SP ആദ്യം എന്ത് ചെയ്യും, സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ DRലുള്ള ഡാറ്റ രജിസ്റ്റർ ആണ് ഒരു രജിസ്റ്റർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡാറ്റ രജിസ്റ്റർ ത്രൂ ആണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഡാറ്റ രജിസ്റ്ററിലുള്ള ഡാറ്റ സ്റ്റാക്കിലേക്ക് കൊടുക്കും. അതേപോലെ സ്റ്റാക്കിൽ നിന്ന് റീഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഡാറ്റ രജിസ്റ്ററിലേക്ക് പോകും. അവിടെ നിന്നാണ് പിന്നെ വേറെ ടീമിലേക്ക് പോകുക കേട്ടോ. കണ്ടോ, DR to M of SP. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളതിലേക്ക് നമ്മുടെ M of SP എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിലേക്ക്, നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ SP = 0. SP 0 ആയിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞില്ലേ 64ലേക്ക് എത്തൂല പറഞ്ഞില്ലേ, അപ്പോൾ SP 0 തന്നെയാണ് വരിക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുള്ള് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ള് 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. SP 0 ആയാൽ ഫുള്ള് 1 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് empty 0 ആണ്. കാരണം empty ആയല്ലോ ചെയ്തത്. കാരണം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും empty ആവില്ലല്ലോ ചെയ്യുക, ആ സ്റ്റാക്ക് ഫുൾ ആവില്ലല്ലോ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഫുൾ = 1 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ ഇങ്ങനെ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അത് വേണ്ടവർക്ക് എഴുതി കൊടുത്താൽ മതി. എ ന്യൂ ഐറ്റം ഈസ് ഡിലീറ്റഡ് ഫ്രം ദ സ്റ്റാക്ക്. ഈ സ്റ്റാക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് പറയാൻ പോകുന്നത്. empty 0 ആണ്. ദ പോപ്പ് ഓപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ്. empty ആവുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. കണ്ടോ, M of SP ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ നിന്ന് DRലേക്ക് കൊടുത്തു. എന്നിട്ട് SP ഒന്ന് മൈനസ് ചെയ്തു, ഡിക്രിമെൻറ്റ് സ്റ്റാക്ക് പോയിൻ്റർ ചെയ്തു. ഇഫ് SP = 0, അപ്പോൾ SP 0 ആയാൽ എന്താണ്, അപ്പോൾ empty = 1 കാരണം എന്താണ്, നമ്മൾ അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ, അപ്പോൾ സ്റ്റാക്ക് ഇങ്ങനെ 0 ആയല്ലേ പോവുക. അപ്പോൾ empty = 1 ആയി കൊടുത്തു, ഫുൾ = 0. അങ്ങനെയാണ് നമ്മൾ ഫുള്ളാണോ empty ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക കേട്ടോ. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. പിന്നെ അവിടെ കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫുള്ള് = 1 ആകുമ്പോഴും empty = 1 ആകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഫുള്ള് = 1 ആയാൽ പിന്നെ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു എറർ മെസ്സേജ് ആയിട്ടാണ് വരിക. അതേപോലെ empty = 1 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും എറർ മെസ്സേജാണ് വരിക. ഓക്കെ. അപ്പോൾ അൽഗോരിതം ചെയ്യുമ്പോൾ ഫുള്ളി = 1 ആണോ അതോ empty = 1 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അനുസരിച്ച് അൽഗോരിതംസ് ചെക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റാക്ക് ഓർഗനൈസേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഫിഗർ മസ്റ്റായിട്ടും വരച്ച് വെക്കണം. ഇതാണ് നമ്മുടെ 64 വേർഡ് സ്റ്റാക്കിൻ്റെ ഫിഗർ. ഇതിനകത്ത് 0 to 64 വരെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ABC ആണ് രജിസ്റ്റേഴ്സൊക്കെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ട്, അത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെ പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ്. പിന്നെ ഒരു ഫുള്ള് പറഞ്ഞൊരു 1 bit രജിസ്റ്റർ ഉണ്ട്, empty പറഞ്ഞൊരു 1 bit രജിസ്റ്റർ ഉണ്ട്, പിന്നെ DR പറഞ്ഞൊരു ഡാറ്റ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ രജിസ്റ്റർ ത്രൂ ആണ് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ വരിക. നമ്മൾ പറഞ്ഞല്ലോ ഒക്കെ M of SP നിന്ന് DRലേക്കാണ് പോവുക.
അതേപോലെ തിരിച്ചും അങ്ങനെ തന്നെ DR എന്നാണ് ഇതിലേക്ക് വരിക. പിന്നെ ഫുള്ളാകുമ്പോൾ അതിങ്ങനെ ചെയ്ത് ഫുള്ളാകുമ്പോൾ ഫുള്ള് 1 ആകും. പിന്നെ അതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകുമ്പോൾ empty ആകുമ്പോൾ empty 1 ആകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. കൺസൈസ്ഡ് ആക്കിയിട്ട് ഷോർട്ട് ആക്കിയിട്ട് നോട്ട് എഴുതിക്കോളൂ. നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.